എല്ലാ കാര്യങ്ങളും മുടിനാരിഴ കീറിപ്പരുതിക്കൊണ്ട് ഇതിലെല്ലാ കാര്യങ്ങളും കോടതിയിൽ സമർപ്പിച്ചതാണ്. ആകെയുള്ള മെഡിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടിക്ക് ഉപദ്രവിച്ചു എന്നുള്ളത്, ആ ഉപദ്രവിച്ചത് പ്രതിയല്ല എന്ന് കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഈ കാര്യങ്ങളൊന്നും രണ്ടാമത് പരിഗണിക്കാനായിട്ട് കോടതിക്ക് സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ തീർച്ചയായിട്ടും ഈ വിധിക്കെതിരെ പോകുന്നതായിരിക്കും. വിധിയിലെ ഓരോ കാര്യങ്ങളും പരിശോധിക്കണം. കാരണം അപ്പീലിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരു നിരപരാധിയായ ഒരു പ്രതിയെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരൊറ്റ വേദനയാണ് ഈ സമയത്ത് എനിക്കുള്ളത്. കാരണം മറ്റ് ആരോ കുറ്റം ചെയ്തിട്ട് മറ്റേതോ പ്രതികൾ കുറ്റം ചെയ്തിട്ട് അവരെ കുറിച്ച് അന്വേഷിക്കാനോ ആ സമയത്ത് SP ആയിരുന്ന ഉണ്ണിരാജ അവർകൾ തയ്യാറായില്ല. DGP അവർകൾ തന്നെ പറഞ്ഞതാണ് ശാസ്ത്രീയപരമായിട്ട് ഈ കേസ് അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളത്. ഈ കാരണങ്ങൾ കൊണ്ട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരും പുതിയ അന്വേഷണ സംവിധാനങ്ങളും വന്നുകൊണ്ട് സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണം നടക്കുകയും അതിന്റെ പര്യവസാനമാണ് ഈ കേസിൽ ഒരു പ്രതിയും ആ പ്രതിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരെ അന്വേഷിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യാതെ ഈ പറയുന്ന ഒരു സാധാ എളുന്ത് പയ്യനെ കൊണ്ട് ഇത്രയും ശക്തയായ ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തുകയും അവർക്കെതിരെ ഉള്ള ബലാത്സംഗം നടക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വളരെ നിയമവിരുദ്ധമാണ്. ഇനി ഇതിലുള്ള എല്ലാ പഴുതുകളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ പറയുന്ന പരിഗണനയ്ക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ശേഖരിച്ചതിന് ശേഷം അവരുടെ ആളുകളുമായി ബന്ധപ്പെട്ടതിന് ശേഷം സംഘടനയുമായി ബന്ധപ്പെട്ടതിന് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും പുതിയ 2021 സുപ്രീം കോടതിയുടെ പുതിയ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് തരണമായിരുന്നു. ആ റിപ്പോർട്ട് കാര്യക്ഷമമായ രീതിയിൽ തേടിയിട്ടില്ല. പ്രതിയിൽ ചെന്ന് അന്വേഷിക്കുകയോ പ്രതിയുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ പ്രതിഭാഗത്തെ അഭിഭാഷകരെക്കുറിച്ച് അന്വേഷിക്കുകയോ ഈ പറയുന്ന അമിക്കസ് ക്യൂറി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കോടതി ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത് എല്ലാ വധശിക്ഷകൾ നടക്കുന്നതിനേക്കാൾ മുൻപ് ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല.